ചേച്ചി ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്, തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു കീറുക, ഇതല്ല വേണ്ടത്. എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ല. സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അതിന് മറ്റുള്ള ഇത് ഒരാളല്ല കാണുന്നത്, ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് ആത്മാർത്ഥമായിട്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതാവാം ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആവശ്യമില്ല. നല്ല അധ്വാനിച്ച് ജീവിച്ചൂടെ? ഞാനതാ പറയുള്ളൂ. എത്ര തൊഴിൽപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങള് നമുക്ക് ഫീൽഡിലുണ്ട് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അതുകൊണ്ട് ജീവിച്ചുകൂടെന്നാണ് എന്റെ നിലപാടാണ്. മറ്റുള്ളവരെ എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ. നമസ്കാരം ഗൈസ്, നിങ്ങളിപ്പോ ഈ വീഡിയോ കേട്ടിട്ടുണ്ടാവും. ഞാനിത് ചെയ്യാനുള്ള കാരണവും ഈ വീഡിയോയില് ആ മീഡിയ പേഴ്സൺ ചോദിച്ചൊരു ചോദ്യമാണ്. ലൈക്ക് സബ്സ്ക്രിപ്ഷൻ മീൻസ് തുണി പറിച്ചെറിയൽ. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനൊരു പിക്ക് കാണിക്കാം. ഈ പിക്കിൽ വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തുണി പറിച്ചെറിയില്ല എന്ന് നിങ്ങൾ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ക് അല്ലെങ്കിൽ ഈ ഒരു മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ഒരു പിക്ക് ഇതിലെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിലെവിടെയാണ് ആ കൊച്ചു തുണി പറിച്ചെറിഞ്ഞിരിക്കുന്നത്? അതിൽ കറക്റ്റായിട്ട് സൂം ചെയ്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഇവന്റെയും അതിൻ്റെ ഇടയിൽ കമന്റ് ഇടാൻ ശ്രമിച്ച അല്ലെങ്കിൽ കമന്റ് ഇട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഇവർക്ക് അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? അവരൊക്കെ സേഫ് ആയിരിക്കുമോ? ഇപ്പൊ ഈ സൂം ഔട്ട് ചെയ്ത് പിക്ക് ഇത് എടുത്തിരിക്കുന്നതിന് ഇത്രയും അധികം പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയെ അല്ലെങ്കിൽ കുടുംബക്കാരെ ഒക്കെ വർണ്ണിക്കുന്നുണ്ടാവും ഒരു പക്ഷെ, അല്ലെ? അപ്പൊ ഡ്രസ്സാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിലെ ലൈക്ക് ആ ഒരു അൺലിമിറ്റഡ് കാമമാണോ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ അവളെ സ്ലെറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പമല്ല. നിങ്ങളിലെ റേപ്പിസ്റ്റ് ആണ് ആ ഒരു സംഭവത്തിന് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ചേച്ചി പറഞ്ഞ പോയിന്റിലോട്ട് വരാം. ബിക്കിനി ഇടുന്നിടത്ത് ബിക്കിനി ഇടണം. അപ്പൊ ബിക്കിനി ഇടുമ്പോൾ എന്താന്ന് ബിക്കിനി എന്ന് എല്ലാവർക്കും അറിയാലോ. ബിക്കിനി ഇടുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ കാണുമെന്നും ബിക്കിനി എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറ്റ് ദ സെയിം ടൈം ഈ ചേച്ചി പറയുന്നുണ്ട് എന്റെ മോൾ നാളെ ഒരിക്കൽ കാണുമ്പോൾ അതിനെ അയ്യേ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എടുക്കില്ല എന്നുള്ളത്. അപ്പൊ ബിക്കിനി ഇട്ടിട്ടാണ് ഈ ഒരു ബിക്കിനി ഇടേണ്ട അടുത്ത് ഇടണം എന്ന് പറയുന്ന അത്ര സെയിം ടൈമാണ് ഈ ഒരു സാധനം അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തുണി പറിച്ചെറിയൽ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കണം, വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചേച്ചി അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം. കാരണം ആ ഒരു മീഡിയക്കാരന്റെ ചോദ്യം അങ്ങനെയാണ്. ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുണി പറിച്ചെറിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം നിൽക്കുകയാണെങ്കിൽ ഇവൻ ഞാനും റിയാക്ട് ചെയ്യും. എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ചേച്ചി പറഞ്ഞത് വലിച്ചു കീറി ഒട്ടിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ എല്ലാവരുടെയും ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ആൻഡ് വേറൊരു സംഭവം നിങ്ങൾ മറന്നു പോകുന്നത്, ഈ തുണി പറിച്ചെറിയൽ പ്രയോഗത്തിന്റെ താഴെയും കാണാനും സബ്സ്ക്രിപ്ഷൻ എടുക്കാനും കമന്റ് ഇടാനും ആൾക്കാരുണ്ട് എന്നുള്ളത് വേറൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ പറയും അത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ പിക്ക് തന്നിട്ട് ഇതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്കുണ്ട് സബ്സ്ക്രിപ്ഷൻ. കുറെ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആളുകൾ, അതിൽ രണ്ടുപേരും ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തത്, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് രജിസ്റ്റർ ചെയ്ത് വരികയാണ്. ഓക്കെ, ഇപ്പൊ ഈവൻ രജിസ്ട്രാർ വരെ അതിനകത്ത് സംസാരിച്ചു. ഇത് ഒന്നാമത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നുള്ള കാര്യം മറക്കുന്നു. രണ്ടാമത്തെ കാര്യം, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടമാർ സംഭവമായിട്ട് അവിടെ പേസ്റ്റ് ചെയ്യപ്പെടുകയാണ്, രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, എസ്പെഷ്യലി രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര വിപ്ലവമായി തുടങ്ങിയത്. അതിന് മുമ്പൊന്നും സബ്സ്ക്രിപ്ഷൻ ഒരു സംഭവം അല്ലായിരുന്നു. രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ടും പർപ്പിളിന്റെ അക്കൗണ്ട് പോയി വന്നു എന്നൊക്കെ പറഞ്ഞ് പർപ്പിളിന് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും പ്രൊമോഷൻസ് കൊടുത്ത് ആ കൊച്ചിനെ ഇപ്പൊ വലിയ നിലയിലാക്കി ആ കൊച്ചിന് നല്ല പൈസ കിട്ടുന്ന അവസ്ഥയിലേക്ക് ചില ആൾക്കാരാക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഫാഷൻ വേൾഡ്, ഒരു കറക്റ്റ് ഫാഷൻ സെൻസ് ഉള്ളവർ, ഒരു മോഡലിംഗ് ചെയ്യുന്നതിന്, ഒരു കോസ്റ്റ്യൂം കൊറിയോഗ്രാഫർക്കൊക്കെ എന്താണ് കോസ്റ്റ്യൂം സെൻസ് എന്ന് നന്നായിട്ട് അറിയാം. അവർ ആ കോസ്റ്റ്യൂം ഒരാളെ കണ്ടിട്ട്, ഒരു ലേഡി ഒരു മോഡലിനെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു കോസ്റ്റ്യൂം ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഒരു കോസ്റ്റ്യൂമിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ കോസ്റ്റ്യൂമിൽ എവിടെയൊക്കെ എക്സ്പോസിംഗ് ഉണ്ട്, അവിടെ എന്തായിരിക്കും അവസ്ഥ? അതൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അത് എത്ര സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നുള്ള രീതിയിൽ ഒരു ലാസ്റ്റ്
റേപ്പിസ്റ്റ് കണ്ണോടുകൂടി കാണുന്നവർക്ക് ഒരിക്കലും ഒരു സംഭവങ്ങൾ ഡൈജസ്റ്റ് ആവില്ല. ഞാനും ഇൻസ്റ്റയിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ലൈവിൽ വന്നിട്ട് പലതും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതും, അല്ലെങ്കിൽ പല ലൈവ്സും പുറത്തോട്ട് പോയിട്ടുണ്ട്. മര്യാദക്കിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ മുന്താണി എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ നിലത്തുനിന്ന് കുനിഞ്ഞെടുക്കുമ്പോൾ മുന്താണി പോവുക, അതൊക്കെ ആക്സിഡന്റലി പോയതാണെന്നും രീതിയിലൊരു സംഭവങ്ങൾ വരാം. പക്ഷെ നമുക്ക് ആർക്കും അവിടെ പോയിട്ട് താനെന്താടും ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിക്കാൻ പറ്റില്ല. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, ജസ്റ്റ് ഗെറ്റ് യുവർ ലൈഫ്, അല്ലെങ്കിൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നുള്ള രീതിയിൽ സംസാരം വരും. പക്ഷെ എന്നാലും ഇതിനെയൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ വീഡിയോസിന് പൈസ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ നോക്കൂ എന്ന് പറയുന്നവരുടെ ഉദ്ദേശം എന്താണ്? മകളെ അല്ലെങ്കിൽ മകനെ നന്നാവൂ, നീ പോയിട്ട് മര്യാദയ്ക്കുള്ള ഫുൾ ഇല ചുറ്റി വരൂ, അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്ത് വരൂ, കണ്ണ് മാത്രം പുറത്തോട്ട് കാണിച്ചാൽ മതി, അതും കാണിക്കണം എന്നില്ല എന്നുള്ള രീതിയിൽ ഉപദേശം എന്നല്ല ഇവർ കൊടുക്കുന്നത്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൈസ ഉണ്ടാക്കുക, സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ വീഡിയോ എങ്ങനെ ഹൈലൈറ്റ് ആക്കാം, നമ്മുടെ പേജ് എങ്ങനെ ഹൈലൈറ്റ് ആക്കാം. അതായത് ഓൺലൈൻ മീഡിയാസിന്റെ കാര്യവും സബ്സ്ക്രിപ്ഷനെ ഭയങ്കര ടമാർ പടാറാക്കി സംസാരിക്കുന്ന ആളുകളുടെ കാര്യം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ പൈസ തന്നെയാണ്. ഈ യൂട്യൂബ് പൈസ തരൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല വിപ്ലവം നടന്നാലും ആരും മിണ്ടാതിരിക്കും. ഈവൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാനൊക്കെ ഓൺ വോയിസ് തുടങ്ങിയ സമയത്ത് 10 പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റയിൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തുണി പറിച്ചെറിയൽ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിനെ ലിറ്ററലി നിർത്തേണ്ടതാണ്. കാരണം അങ്ങനെയല്ല എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ നടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, സബ്സ്ക്രിപ്ഷനിൽ നമുക്കിപ്പോൾ ഒരു ഡാൻസർ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഐറ്റം ക്ലാസ് അല്ല കേട്ടോ, ഡാൻസ് സംഭവങ്ങൾ അതിനകത്ത് പഠിപ്പിക്കാം, റെസിപ്പി, ഫുഡ് റെസിപ്പി, പിള്ളേർക്ക് ഫുഡ് റെസിപ്പി സംഭവങ്ങൾ കൊടുക്കാം. അപ്പോൾ കുറച്ച് ആളുകൾക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ മോഡലിംഗിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൽ പിക്കിടുമ്പോൾ, അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് പിക്കിടുമ്പോൾ ആ കോസ്റ്റ്യൂമിന്റെ ഭംഗിയാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ നേരെ ഡ്രസ് ഇട്ട് വന്നിട്ട് സബ്സ്ക്രിപ്ഷനിലെല്ലാം ഊരിയിട്ടതാ എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല തുണി പറിച്ചെറിയലെന്ന്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, അവരെ ചോദ്യം ചെയ്യാനും ഒന്നിനും ഞാനില്ല. പക്ഷെ ഇവിടെ ജനറലൈസ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടച്ചാക്ഷേപം രീതിയിൽ വന്നുകൊണ്ടാണ് ഞാനിവിടെ സംസാരിച്ചത്. ഓക്കെ. ആൻഡ് ഈ ചേച്ചി പറഞ്ഞ പോലെ ബിക്കിനി ഇടേണ്ട അടുത്ത് ബിക്കിനി ഇടണം. മനസ്സിലായോ? നമ്മളിപ്പോ ഗോവയില് ബീച്ചിൽ പോകുന്നു, എന്താ പറയാ, ഫുൾ കവർ ചെയ്ത് ഡ്രസ് ചെയ്ത് അങ്ങനെ അല്ല. ഓരോ സ്ഥലത്തും ഓരോ പരിപാടിക്ക് പോകുമ്പോൾ അതനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്, അതനുസരിച്ചുള്ള ഷൂസ് ഉണ്ട്, അതനുസരിച്ചുള്ള ചെരുപ്പ്, അതനുസരിച്ചുള്ള വാച്ച്, അതനുസരിച്ചുള്ള ഇയറിംഗ്, അതനുസരിച്ചുള്ള ചെയിൻ, അങ്ങനെ പല ലെവൽ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മോഡലിംഗ് വേൾഡ്, ആ ഒരു കോസ്റ്റ്യൂം സെൻസ് പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ്. എസ്പെഷ്യലി കേരളത്തിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇവിടെ പലരും സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങൾ പോലും, അല്ലെങ്കിൽ പല കുട്ടികളും, പെൺകുട്ടികളും ഇപ്പോഴും റേപ്പിനും പല ഇതിനും ഇതായി പോകുന്നത്, പെട്ടുപോകുന്നത്. അച്ഛനായിക്കോട്ടെ, അമ്മാവനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ഇത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്ന് തീർക്കണം. അതാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സല്ല ഇവിടുത്തെ പ്രശ്നം, ചില ആളുകളുടെ കണ്ണാണ്. തുണി പറിച്ചുള്ള പ്രയോഗം എന്ന് പറഞ്ഞിട്ടാണ് അന്നരാജൻ എന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ കുട്ടിയുടെ പിക്ക് എടുത്ത് വെച്ചിട്ട് ഇത്രയും കമന്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ ആളുകളുടെ പ്രശ്നം? അപ്പോൾ ഒരു ആക്ഷേപത്തിന്റെ കാര്യമില്ല. പിന്നെ പണ്ടും ഈ ഒരുപാടൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ ആലിയ ഭട്ട്, ദീപിക പദുക്കോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കോസ്റ്റ്യൂം സെൻസ്, അല്ലാതെ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് ഇറങ്ങണം. എനിക്ക് കംഫർട്ടബിൾ ഡ്രസ്സേ ഞാൻ ഇടുള്ളൂ. മനസ്സിലായി? എനിക്ക് ഇടുന്ന ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ എത്ര വല്ല ഭംഗിയുള്ള ഡ്രസ്സാണെങ്കിലും എനിക്കത് ഇട്ടിട്ട് എനിക്കത് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇടില്ല. ഞാൻ ആൾക്കാരെ കാണിക്കാനല്ല, ഒരു എക്സ്പോസിൻ ലെവൽ ആ ഒരു രീതിയിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ടേസ്റ്റ് ഓഫ് കോസ്റ്റ്യൂമൊക്കെ എൻ്റലി ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ ഓരോ ടൈപ്പാണ്. ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പ്, ഒരു നിക്കറിട്ട് ഇറങ്ങിയാൽ അവരെ പറയാൻ ആൾക്കാരുണ്ടാവും. ഫുൾ പൊതിഞ്ഞു കൂടിയിട്ട് ഷേപ്പ് ചെയ്തിട്ടുള്ള ചുരിദാർ ഇട്ട് ഇറങ്ങിയാലും പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെയാണ്? ഇവിടെ റൂട്ട് എവിടെയാണ്? അപ്പൊ മീഡിയക്കാരോടാണെങ്കിൽ പറയുന്നത്, തുണി പറിച്ച പ്രയോഗം എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട്, കുറച്ചും കൂടി എത്തിക്സും ജെന്യൂനിറ്റിയും കൊണ്ടുവരുത്താനുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ സാധനത്തിന് എടുത്തിട്ടത്. കാരണം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇട്ടോട്ടെ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറെ റൂൾസ് ഉണ്ട് നമുക്ക്, എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ളത്. അല്ലാതെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ചില ആളുകൾ വിചാരിക്കുന്ന മാതിരി പ്ലേ ഗ്രൗണ്ട് അല്ല. ഓക്കെ.